ക്ലാസ്സിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് IGBT ആണ്, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ദിസ് ഈസ് അതർ ടൈപ്പ് ഓഫ് പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്: എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IGBT, ഡിഫറൻഷിയേറ്റ് ദ FET ആൻഡ് MOSFET, ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് IGBT, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ BJT ആൻഡ് IGBT. ആദ്യമായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഒരു IGBT അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ പവർ സെമി കണ്ടക്ടർ ഡിവൈസാണ്. ഇതിന് ഹൈ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഫാസ്റ്റ് സ്വിച്ചിങ് കപ്പാസിറ്റിയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ലാർജ് ബൈപോളാർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, 2 പോളുകളിലേക്കും കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. It switches electric power in many modern appliances. ഇത് ഒരുവിധം എല്ലാ മോഡേൺ അപ്ലയൻസസിലും ഇലക്ട്രിക് പവർ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് കാറുകൾ, വേരിയബിൾ സ്പീഡ് റെഗുലേറ്റർ, എയർ കണ്ടീഷണർ, അതുപോലെ തന്നെ സ്റ്റീരിയോ സിസ്റ്റത്തിലും എല്ലാം സ്വിച്ചിങ് വർക്കാണ്, സ്വിച്ചിങ് ആക്ഷനാണ് IGBT ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിച്ചിങ് ആക്ഷന് വേണ്ടിയിട്ടാണ് IGBT ഉപയോഗിക്കുന്നത്. സ്വിച്ചിങ് ആംപ്ലിഫയർ ആയിട്ട് സ്റ്റീരിയോ സിസ്റ്റത്തിൽ സ്വിച്ചിങ് ആംപ്ലിഫയറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. സിൻസ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇറ്റ് റാപ്പിഡ്ലി ടേൺ ഓൺ ആൻഡ് ഓഫ് ആംപ്ലിഫയർ ദാറ്റ് യൂസ് ഇറ്റ് ഓഫൺ സിന്തസൈസ് കോംപ്ലക്സ് വേവ് ഫോം വിത്ത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആൻഡ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഓൺ ആവാനും ഓഫ് ആവാനും പറ്റുന്നൊരു രീതിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആംപ്ലിഫയേഴ്സിൽ കോംപ്ലക്സ് വേവ് ഫോമിനെ സിന്തസൈസ് ചെയ്യാനും അതുപോലെ തന്നെ പൾസ് വിഡ്ത്ത് മോഡുലേഷനും ലോ പാസ് ഫിൽറ്ററുമായിട്ട് കോംപ്ലക്സ് വേവ് ഫോമിനെ സിന്തസൈസ് ചെയ്യാനുമാണ് ആംപ്ലിഫയേഴ്സിൽ IGBT ഉപയോഗിക്കുന്നത്. ദ IGBT കമ്പൈൻസ് ദ സിമ്പിൾ ഗേറ്റ് ഡ്രൈവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MOSFET വിത്ത് ഹൈ കറണ്ട് ആൻഡ് ലോ സിറ്റുവേഷൻ വോൾട്ടേജ് കപ്പാസിറ്റി or capability of bipolar transistor by combining an insulated gate FET for the control input and bipolar power transistor as switch. IGBT MOSFETൻ്റെ ഗേറ്റ് ഡ്രൈവ് ക്യാരക്ടറിസ്റ്റിക്സിനെയും അതുപോലെ തന്നെ ബൈപോളാർ ട്രാൻസിസ്റ്ററിൻ്റെ ഹൈ കറണ്ട് ലോ സാച്ചുറേഷൻ വോൾട്ടേജ് കേപ്പബിലിറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് IGBTൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നത്. അത് കമ്പൈൻ ചെയ്യുന്നത് ബൈ കമ്പൈനിങ് ആൻ ഐസൊലേറ്റഡ് ഗേറ്റ് FET ഓഫ് ദി കൺട്രോൾ ഇൻപുട്ട്. ഒരു ഐസൊലേറ്റഡ് FETയുടെ കൺട്രോൾ ഇൻപുട്ടിനെ അതിൽ കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ദ ബൈപോളാർ പവർ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ഇൻ സിംഗിൾ ഡിവൈസ്. ഒരു സിംഗിൾ ഡിവൈസിൽ ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഐസൊലേറ്റഡ് ഗേറ്റ് FETയുടെ കൺട്രോൾ ഇൻപുട്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് IGBT MOSFETൻ്റെയും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെയും ഈ ക്വാളിറ്റികളെ പരസ്പരം കമ്പൈൻ ചെയ്യിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. The IGBT is used in medium to high power applications such as switched mode power supply, traction motor control and induction heating. അതുപോലെ തന്നെ IGBT ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് പവർ അപ്ലിക്കേഷൻസിൽ, മീഡിയം ടു ഹൈ പവർ അപ്ലിക്കേഷൻസിലും അതുപോലെ തന്നെ സ്വിച്ച്ഡ് മോഡ് SMPSൽ, ട്രാക്ഷൻ മോട്ടോർ കൺട്രോളിലും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഹീറ്റിലും എല്ലാം IGBT ഉപയോഗിക്കുന്നു. ലാർജ് IGBT modules typically consist of many devices in parallel and can have very high current handling capability in order to hundreds of ampere with the blocking voltage of 6000 volt. ഒരു സൈസ് കൂടിയ ലാർജ് IGBT മൊഡ്യൂളിൽ ഒരുപാട് ഡിവൈസസിൽ നമുക്ക് പാരലലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈ കറണ്ട് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി കിട്ടും ആ ഒരു ഡിവൈസിൽ നിന്നും. ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ആംബിയേഴ്സ് ആണ് വിത്ത് ബ്ലോക്കിംഗ് വോൾട്ടേജ് ഓഫ് 6000 വോൾട്ട്. അത്രയും കേപ്പബിലിറ്റി, കറണ്ട് ക്യാരിങ് കേപ്പബിലിറ്റി നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് IGBT പാരലലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ദ IGBT ഈസ് സ്യൂട്ടബിൾ ഫോർ മെനി ആപ്ലിക്കേഷൻസ് ഇൻ പവർ ഇലക്ട്രോണിക്സ്, എസ്പെഷ്യലി ഇൻ പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ, PWM സർവോ ആൻഡ് 3-phase ഡ്രൈവ് റിക്വയറിംഗ് ഹൈ ഡൈനാമിക് റേഞ്ച് കൺട്രോൾ ആൻഡ് ലോ നോയ്സ്. ഇതുകൂടാതെ നമ്മൾ IGBT ഒരുപാട് പവർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻസിൽ സ്യൂട്ടബിളാണ്. എസ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ പൾസ് വിഡ്ത്ത് മോഡുലേറ്ററിൽ, അതുപോലെ തന്നെ
സെർവോ മോഡുലേറ്റർ, 3-phase ഡ്രൈവ്, ഹൈ ഡൈനാമിക് റേഞ്ച് കൺട്രോളും അതുപോലെ തന്നെ ലോ നോയ്സുമുള്ള 3-phase ഡ്രൈവുകളിലും IGBT ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ഇൻ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ, അതായത് UPS ഉപയോഗിക്കുന്നു, SMPS ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹൈ സ്വിച്ചിങ് റേറ്റുകളുള്ള മറ്റ് പവർ സർക്യൂട്ടുകളിലും എല്ലാം മറ്റ് ഏതൊക്കെ പവർ സർക്യൂട്ടുകളിൽ, അതായത് ഹൈ സ്വിച്ചിങ് റിപ്പീറ്റേഷൻ റേറ്റ് വേണ്ട പവർ സർക്യൂട്ടുകളിലും IGBT ഉപയോഗിക്കാറുണ്ട്. IGBT ഇംപ്രൂവ്സ് ഡൈനാമിക് പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ്ഡ് ദ ലെവൽ ഓഫ് ഓഡിബിൾ നോയ്സ്. അപ്പം IGBT ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ കാരണം IGBT ഡൈനാമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ എഫിഷ്യൻസി ഹൈ ആയിരിക്കും. പിന്നെ നോയ്സ് വളരെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള നോയ്സ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിൻ്റെ നോയ്സ് വളരെ റെഡ്യൂസബിൾ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വലി സ്യൂട്ടബിൾ ഇൻ റെസൊണൻറ്റ് മോഡ് കൺവേർട്ടർ സർക്യൂട്ട്. അതുപോലെ തന്നെ IGBT റെസൊണൻറ്റ് മോഡ് കൺവേർട്ടർ സർക്യൂട്ടിലും വളരെയധികം സ്യൂട്ടബിളാണ്. അപ്പം പവർ സർക്യൂട്ടുകളിൽ, പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻസിലെല്ലാം IGBT കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നു. ഇനി IGBT മോസ്ഫെറ്റിൽ നിന്നും അതുപോലെ തന്നെ BJTയിൽ നിന്നും IGBTക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് എ വെരി ലോ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു കണ്ടക്ടിവിറ്റി മോഡുലേഷൻ ആൻഡ് ഹാസ് സുപ്പീരിയർ ഓൺ സ്റ്റേറ്റ് കറൻറ്റ് ഡെൻസിറ്റി. IGBTക്ക് മോസ്ഫെറ്റിൽ നിന്നും അതുപോലെ തന്നെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നിന്നുമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പാണ് ഉള്ളത്. ബിക്കോസ് ഓഫ് ദി കണ്ടക്ടിവിറ്റി മോഡുലേഷൻ, ഇതിൽ കണ്ടക്ടിവിറ്റി മോഡുലേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഓൺ സ്റ്റേറ്റ് കറൻറ്റ് ഡെൻസിറ്റി സുപ്പീരിയർ ആയിരിക്കും. സോ സ്മോൾ ചിപ്പ് സൈസ് ഈസ് പോസിബിൾ ആൻഡ് കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ്, ചിപ്പിൻ്റെ സൈസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് കോസ്റ്റും കുറവാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ഡ്രൈവിംഗ് പവർ ആൻഡ് എ സിമ്പിൾ ഡ്രൈവ് സർക്യൂട്ട് ഡ്യൂ ടു ദ ഇൻപുട്ട് മോസ്ഫെറ്റ് സ്ട്രക്ചർ. ഡ്രൈവ് ചെയ്യിക്കാനായിട്ട് കുറഞ്ഞ പവർ മതി, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിന് ഡ്രൈവിംഗ് സർക്യൂട്ട് എന്താണ്, സിമ്പിളാണ്. അതിൻ്റെ ഇൻപുട്ട് മോസ് ഗേറ്റ് സ്ട്രക്ചറെല്ലാം സർക്യൂട്ടിൽ വളരെ ചെറുതാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി കൺട്രോൾഡ് ആസ് കമ്പയർഡ് ടു കറൻറ്റ് കൺട്രോൾഡ് ഡിവൈസസ്. എക്സാമ്പിൾ തൈറസ്റ്റർ BJT ഇൻ ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറൻറ്റ് ആപ്ലിക്കേഷൻ. ഇതിന് ഈസി ആയിട്ട് കറൻറ്റ് കൺട്രോൾ ഡിവൈസസ്, അതായത് തൈറസ്റ്റർ BJT ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള കറൻറ്റ് കൺട്രോൾ ഡിവൈസിൽ ഒക്കെ ഇത് നമ്മൾ IGBT ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഹൈ വോൾട്ടേജും ഹൈ കറൻറ്റും ആയിരിക്കും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സുപ്പീരിയർ കറൻറ്റ് കണ്ടക്ഷൻ കേപ്പബിലിറ്റി കമ്പയർഡ് വിത്ത് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ബൈപോളാർ ട്രാൻസിസ്റ്ററിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് കറൻറ്റ് കണ്ടക്ഷൻ കേപ്പബിലിറ്റി, അതിന് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഇറ്റ് ഓൾസോ ഹാസ് എക്സലൻറ്റ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി. അത് കൂടാതെ ഇതിന് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി എന്താണ്, വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ എക്സലൻ്റ് ആണ്. ഇനി ഡ്രോബാക്സ് എന്താ നോക്കാം. സ്വിച്ചിങ് സ്പീഡ് ഈസ് ഇൻഫീരിയർ സോ ദാറ്റ് ഓഫ് പവർ മോസ്ഫെറ്റ് ആൻഡ് സുപ്പീരിയർ ടു ദാറ്റ് ഓഫ് BJT. ഇതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് എന്താണ്, മോസ്ഫെറ്റിനേക്കാളും അതുപോലെ തന്നെ BJTനേക്കാളും എന്താണ്, BJTക്ക് മോസ്ഫെറ്റിനേക്കാളും എന്തുണ്ട്, സ്വിച്ചിങ് സ്പീഡ് ഉണ്ട്. എന്നാൽ മോസ്ഫെറ്റിൻ്റെ അത്രയും സ്വിച്ചിങ് സ്പീഡ് ഏതിനില്ല, IGBTക്ക് ഇല്ല. ദ കളക്ടർ കറൻറ്റ് ടൈലിംഗ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയർ കോസ് ഓഫ് ടേൺ ഓഫ് സ്പീഡ് ടു ബി സ്ലോ. കളക്ടറിൽ കൂടെ ഡ്രോ ചെയ്യുന്ന കറൻറ്റ് എന്താണ്, ആ കറണ്ടിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് സ്പീഡ് കുറക്കാനും അതുപോലെ തന്നെ ടേൺ ഓഫ് ആവാനും കാരണമാകുന്നു. സർക്യൂട്ട് ടേൺ ഓഫ് ആവാൻ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവാൻ കാരണമാകുന്നു. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലാച്ചപ്പ് ഡ്യൂ ടു ഇൻറ്റേർണൽ PNPN തൈറസ്റ്റർ സ്ട്രക്ചർ. അപ്പോൾ PNPN തൈറസ്റ്റർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ലാച്ചിങ് പോസിബിലിറ്റി എന്താണ്, കൂടുതലാണ്. അപ്പോൾ ഡ്രോബാക്ക് എന്ന് പറയുന്നത് IGBTക്ക് മോസ്ഫെറ്റിനേക്കാളും സ്വിച്ചിങ് സ്പീഡ് കുറവാണ്, എന്നാൽ BJTനേക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ കളക്ടർ കറണ്ടിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ടേൺ ഓഫ് ആവാൻ കാരണമാകുന്നു.
പിന്നെ ഇൻറ്റേർണൽ PN തൈറോസിഡ് സ്ട്രക്ചറിൽ ലാച്ചിങ് അപ്പ്, അതായത് മിക്സിങ് ആവാനുള്ള ഒരു ലാച്ചിങ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഫിഗർ 1 കാണുന്നതാണ് ഇതിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. IGBTയുടെ സിമ്പൽ, കളക്ടർ, എമിറ്റർ, ഗേറ്റ്, ഇങ്ങനെ 3 ടെർമിനലുകൾ ആണ് ഉള്ളത്. അതിൻ്റെ സിമ്പൽ നോക്കി മനസ്സിലാക്കി വെക്കുക, വരച്ച് പഠിക്കുക. The IGBT is a semiconductor device with 4 alternating layer PN that are controlled by metal oxide semiconductor gate structure without regenerative action. ഒരു IGBT എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. അതിന് 4 ഓൾട്ടർനേറ്റിംഗ് ലെയേഴ്സുകളുണ്ട്. PN എന്ന് പറയുന്ന 4 ഓൾട്ടർനേറ്റിംഗ് ലെയേഴ്സ്. അത് P ഒരു ലെയറാണ്, N മറ്റൊരു ലെയർ, വീണ്ടും PN എന്ന് പറയുന്ന 2 ലെയറുകൾ, അങ്ങനെ 4 ലെയറുകളാണുള്ളത്. അത് ആ ലെയർസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു MOS ആണ്, അതായത് മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഗേറ്റ് സ്ട്രക്ചറാണ് വിത്തൗട്ട് ജനറേറ്റീവ് ആക്ഷൻ. അതിന് ഒരു റീജനറേറ്റീവ് ആക്ഷൻ ഇല്ലാതെ, വീണ്ടും ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഇല്ലാത്ത ഒരു മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ സ്ട്രക്ചറാണ് ഈ PN എന്ന് പറയുന്ന 4 ലെയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ BJT ആൻഡ് IGBT. ഒരു IGBTയും അതുപോലെ തന്നെ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ IGBTയുടെ ഫുൾ ഫോം ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്നാണ്. അത് ഓർത്ത് വെക്കുക എല്ലാവരും. IGBTയുടെ ഫുൾ ഫോം ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഇനി BJTയും IGBT തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന്, BJT ഈസ് എ കറണ്ട് ഡ്രിവൺ ഡിവൈസ്. BJT എന്ന് പറയുന്നത് കറണ്ടിനെ ഡ്രൈവ് ചെയ്യുന്ന ഡിവൈസാണ്. വേറെ IGBT ഈസ് എ ഡ്രൈവൺ ബൈ ഗേറ്റ് വോൾട്ടേജ്. ഗേറ്റ് വോൾട്ടേജിനാൽ ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഒരു കമ്പോണൻ്റാണ് IGBT. രണ്ടാമത്തേത്, ടെർമിനൽസ് ഓഫ് IGBT ആർ നോൺ ആസ് എമിറ്റർ, കളക്ടർ ആൻഡ് ഗേറ്റ്. വേറെ BJT ഈസ് മെയ്ഡ് ഓഫ് എമിറ്റർ, കളക്ടർ ആൻഡ് ബേസ്. ഒരു സാധാ ട്രാൻസിസ്റ്ററാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതിലെ ടെർമിനൽസ് നമുക്കറിയാം, എമിറ്റർ, ബേസ്, കളക്ടർ. എന്നാൽ IGBT ടെർമിനൽസ് എമിറ്റർ, കളക്ടർ, ഗേറ്റ് എന്നാണ്. അപ്പം 2 വ്യത്യാസം. ഒന്ന്, BJT ഒരു കറണ്ടിനെ ഡ്രൈവ് ചെയ്യിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണെങ്കിൽ IGBT ഗേറ്റ് വോൾട്ടേജ് മൂലം ഡ്രൈവ് ചെയ്യപ്പെടുന്ന, കറണ്ടിനെ ഡ്രൈവ് ചെയ്യിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. പിന്നെ ടെർമിനൽസിനുള്ള വ്യത്യാസം. IGBT ടെർമിനൽസ് എമിറ്റർ, കളക്ടർ, ഗേറ്റ്. BJTയിൽ ടെർമിനൽസ് വരുന്നത് എമിറ്റർ, കളക്ടർ, ബേസ്. അപ്പോൾ നമ്മുടെ IGBT എന്ന് പറയുന്ന ഒരു പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ കുറിച്ചുള്ള ചെറിയ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.